ഹലോ ഗായ്സ്, നമ്മളെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് റാങ്കർ മാച്ച് കളിച്ചുകൊണ്ടാണ്. അപ്പോൾ നമ്മൾക്ക് വന്നപ്പോൾ തന്നെ മാക്ക് 47 കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ സ്ഥലത്തേക്ക് നെക്സ്റ്റീരിയെന്നു സ്ഥലം വന്നിട്ടുള്ളത്. പിന്നെ നമുക്ക് ഇവിടുന്ന് കുറച്ച് ബുള്ളറ്റും കാര്യങ്ങളൊക്കെ കിട്ടി. പിന്നെ നമ്മൾ ഇങ്ങോട്ട് പോയപ്പോൾ നമുക്കൊരു വുഡ് പെക്കർ കിട്ടിയിരുന്നു. വുഡ് പെക്കർ എടുത്തിട്ട് അവിടെ എസ്കേസും കിടക്കുന്നുണ്ടായിരുന്നു. ഇവിടെ എസ്കേസ് എടുത്തില്ല. ഒരു പെക്കർ എടുത്ത് നിന്നിട്ട് അവിടെ വന്നിട്ട് ലൂട്ട് അടിച്ചിട്ട് നോക്കുമ്പോൾ നമ്മൾ ഒരു ടീമിനെ അവിടെ കില്ലാക്കിയിരിക്കുന്നത് ഏതൊരു എനിമി. അപ്പോൾ രണ്ടാമത്തെ ടീമിനെ ഏതൊരു എനിമി കില്ലാക്കിയിരിക്കുന്നു. അപ്പോൾ ഞാൻ വന്നിട്ട് ആ കില്ലാണ് ഫിനിഷ്. അപ്പോൾ നമുക്കൊരു കില്ല് കിട്ടിയിരിക്കുന്നു. എന്നിട്ട് നമ്മൾ ടീമിനെ റിവ്യൂ ചെയ്യാൻ പോയിരുന്നു. അവിടെ റിവ്യൂയിങ് പോയിന്റ് ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ അവിടെ നിന്ന് റിവ്യൂ ചെയ്യാതെ ബാക്കിൽ പോയിട്ട് അവിടെ നിന്ന് റിവ്യൂ ചെയ്യുക ചെയ്തിട്ട് അങ്ങോട്ട് പോയിരുന്നു. ഞാൻ ഒന്ന് റിവ്യൂ ചെയ്യുമ്പോൾ തന്നെ ഏതെങ്കിലും എനിമി അടിച്ചിട്ട് ടീം പോയപ്പോൾ വിചാരിച്ചിട്ട് അവിടെ നിന്ന് ഞാൻ പോയിട്ട് അവിടെ നിന്ന് വേറെ റിവ്യൂയിങ് പോയിന്റിൽ പോയിട്ടുണ്ടായിരുന്നു. ഏത് സ്ഥലത്ത് കാണുന്ന റിവ്യൂയിങ് പോയിന്റിൽ ഒരു ടീം നമ്പർ 1 ടീം ഓൾറെഡി റിവ്യൂ ആയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ബട്ട് നമ്പർ 3 റിവ്യൂ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ റിവ്യൂ ചെയ്യാൻ പോയിരുന്നു. നമ്മളൊരു ടീം റിവ്യൂ ചെയ്തിട്ടുണ്ട്. നമ്മൾ റിവ്യൂയിങ് പോയിന്റിൽ എത്തിയിട്ട് ബ്ലൂ വാളൊക്കെ വെച്ചിട്ട് അടുത്ത ടീമിന് മറ്റേ ഒരു ആളും കൂടി റിവ്യൂ ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇങ്ങനെ കുത്തിക്കൊണ്ടിരുന്നിട്ട് അല്ലെങ്കിൽ നമ്മൾ എന്തും കൊണ്ട് കഴിയുമ്പോൾ അടിച്ചിട്ടുണ്ടെങ്കിൽ അത് ഫാസ്റ്റ് ഔട്ടായി ഫാസ്റ്റായിട്ട് കയറും. അപ്പോൾ അതിങ്ങനെ ഇടിച്ചുകൊണ്ടിരുന്നിട്ടുണ്ട്. അങ്ങനെ അത് ഫാസ്റ്റായിട്ട് കയറുന്നുണ്ട്. അപ്പോൾ ആ ടീം റിവ്യൂ ആയിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മൾക്ക് ഇങ്ങോട്ട് പോയിട്ടുണ്ട്. ഇവിടുന്ന് കുറച്ച് ബുള്ളറ്റ് എടുത്തിട്ട് ഇവിടെ നമുക്ക് 12 ടോക്കൺ ഉണ്ടായിരുന്നു. 12 ടോക്കൺ എടുത്തിട്ട് പ്രാങ്ക് എടുത്തിട്ട് പിന്നെ കുറച്ച് മാഗിൻ്റെ കുറച്ച് ബുള്ളറ്റ് എടുത്തിട്ടുണ്ട്. മാഗിൻ്റെ കുറച്ച് ബുള്ളറ്റ് എടുത്തപ്പോൾ അവിടെ എടുത്ത് നിൽക്കുന്നുണ്ട്. ഫോൺ എങ്ങനെയെങ്കിലും അടിച്ചിടാൻ നിൽക്കുന്നു. അപ്പോൾ ഫോണ് ഓനാണ് പോയിട്ടുണ്ട്. 85 കൊടുത്തപ്പോത്തിന് ഓനാണ് പോയിട്ടുണ്ട്. അപ്പോൾ നോക്കുമ്പോൾ അത് നമ്മൾ ടീം അവിടെ ഉണ്ടായിരുന്നു. അന്ന് അവൻ ഗ്ലൂ വാൾ വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഗ്ലൂ വാൾ അവനും കാണാനില്ലായിരുന്നു. എന്നിട്ട് നമ്മൾ അവിടുന്ന് ബെഗിലോട്ടും വീണ്ടും അടിച്ചിട്ട് നമ്മളവിടുന്ന് വേറൊരു സൈഡിൽ കൂടി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഈ ഒരു സൈഡിൽ കൂടി ഇറങ്ങിയിട്ട് നേരെ സ്ട്രൈറ്റായിട്ട് റഷ് ചെയ്തിട്ട് പോകുന്നുണ്ടായിരുന്നു. എന്നിട്ട് റഷ് അടിച്ചിട്ട് മാഗ് നമ്മൾ എത്തുന്നത്. മാഗ് ഇട്ടപ്പോൾ സൈഡിൽ നിന്ന് ഏതോ ഒരു എനിമി ഫയർ ചെയ്തപ്പോൾ മെഡിക്കറ്റ് അടിച്ചിട്ട് നമ്മൾ ടീമേറ്റിനെ നോക്കാക്കിയിരുന്നു. എന്നിട്ട് ടീമേറ്റിനെ റിവ്യൂ ചെയ്യുമ്പോഴത്തേക്കും ടീമേറ്റിനെ കില്ല് ചെയ്തിരിക്കുന്ന പേര് ഞാൻ ബ്ലൂ വാളൊക്കെ വെച്ചിട്ട് ടീമേറ്റിനെ കൊന്നു. സ്കോറിൻ്റെ അപ്ഡേറ്റ് ആണെങ്കിൽ കൂടി റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. നോക്കുമ്പോൾ ഞാൻ സൈഡിൽ കൂടി എടുത്തിട്ട് അവനെ നോക്കാക്കിയിട്ടുണ്ട്. ഹെഡ് ഷോട്ട് അടിച്ചിട്ട് എന്നിട്ട് നമ്മൾ ഇവിടുന്ന് റൂട്ടൊക്കെ അടിച്ചിട്ട് ഉണ്ടായിരുന്നു. നമ്മളൊരു ടീമേറ്റ് ചെത്തിട്ടുണ്ട്. ടീമേറ്റ് ഏതൊരു ഇതിൽ കൂടി ഹെൽമേറ്റ് വെച്ചിട്ടുണ്ട്. നമ്മൾ ഇവിടുന്ന് അവൻ്റെ കയ്യിൽ നിന്ന് ലൂട്ടൊക്കെ അടിച്ചിട്ട് അവൻ്റെ ലൂട്ട് ബോക്സിൻ്റെ അടുത്ത് ലൂട്ടൊക്കെ അടിച്ചിട്ട് എൻ്റെ കൈ തട്ടിയിട്ട് അറിയാതൊരു ഫ്ലാഷ് ഫ്രീസ് സൈഡിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അവിടെ ആണെങ്കിൽ സ്ട്രോമൊക്കെ ഉണ്ടായിരുന്നു, റേസിങ് സ്ട്രോം. പിന്നെ ഇവിടെ എനിമി ഉണ്ടാവും വിചാരിച്ചവർക്കൊക്കെ ഇപ്പോൾ ഇവിടെ എനിമിയും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. നോക്കുമ്പോൾ നമ്മളെ ടീമേറ്റ് ആവുന്ന ആരോ ഷൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഷൂട്ട് ചെയ്യുന്ന കണ്ടിട്ട് നമ്മളവിടെ ആയതുകൊണ്ട് ഉണ്ടോ നോക്കിയപ്പോൾ അവിടെ ആരും കാണില്ല. നോക്കുമ്പോൾ അടുത്തന്നെ ഉണ്ട് അവിടെ ആർസനലിന് അവന്
കിട്ടിയിട്ടില്ലായിരുന്നു. അങ്ങനെ നമ്മൾ ഉള്ളിൽ കയറിയിട്ടുണ്ട്. അങ്ങനെ സൈഡിൽ നിന്ന് കണ്ടിരുന്നു മേഘലുള്ളത്. അപ്പോൾ എൻ്റെ അതിൽ നമ്മളെ ടീമേറ്റ് എടുത്തിരുന്നു. മേഘലിന് കുറച്ച് ബുള്ളറ്റ് എടുത്തിട്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇവിടെ MP2 ഒക്കെ കിടക്കുന്നുണ്ട്. പിന്നെ ബാഗും ബാഗൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ ബണ്ട് ലൂട്ടടിച്ചിട്ടുണ്ടായിരുന്നു. ബണ്ട് ലൂട്ടടിച്ചപ്പോൾ നമുക്ക് UMP അത് ലെവൽ 90 ഒക്കെ UMP കിട്ടിയിരുന്നു. UMP എടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ലൈക്കൊക്കെ ചെയ്യട്ടോ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. 2 കില്ലിന് സപ്പോർട്ട് ചെയ്യട്ടോ. നമ്മളിങ്ങോട്ട് ഉണ്ട് ഈ ഒരു റൂഫ് ടോപ്പിൽ കയറി നിൽക്കാമെന്ന് വിചാരിച്ചിരുന്നു. റൂഫ് ടോപ്പിൽ അവിടെ സൈഡിൽ കവറിൽ കണ്ടപ്പോൾ നമ്മൾ അടുത്ത ഈ സൈഡിലുള്ള ഈ ഒരു ഹൗസിൽ കയറിയിട്ടുണ്ട്. അവിടെ കയറിയിട്ട് ബണ്ണും കുറച്ച് ലൂട്ടടിച്ചിട്ടുണ്ട്. ബണ്ണും കുറച്ച് ലൂട്ടൊക്കെ അടിച്ചിട്ട് അപ്പം നമ്മൾ ബാഗിലാണെങ്കിൽ സ്പേസ് ഇല്ലായിരുന്നു. ബാഗിൻ്റെ പോലെ ബുള്ളറ്റ് എടുക്കണ്ടായിരുന്നു. അങ്ങനെ ബാഗിൻ്റെ ബുള്ളറ്റൊക്കെ കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബാഗിൻ്റെ ബുള്ളറ്റ് കളഞ്ഞുകൊണ്ട് ബാഗിലത്തെ കുറച്ച് സ്പേസ് കുറഞ്ഞിട്ടുണ്ട്. കുറച്ച് തോന്നെ സ്പേസ് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വന്ന് റഷ് അടിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ റഷ് അടിച്ചിട്ടുണ്ട്. നമുക്ക് കുറച്ച് ബുള്ളറ്റും കിട്ടിയിട്ടുണ്ട്. ACT എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ACT എടുത്തില്ല. ഒരു പക്കം തന്നെ എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ പറഞ്ഞ് ഞാൻ റാങ്ക് റഷ് ചെയ്യുന്നു. പിന്നെ ഹീറോയ്ക്കിൻ്റെ സെക്കൻഡ് സ്റ്റാർ അടിച്ചാൽ കുറച്ചും കൂടി ആവേണ്ടുള്ളൂ. കുറച്ചും കൂടി കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഹീറോയ്ക്കിൻ്റെ സെക്കൻഡ് സ്റ്റാർ അടിച്ചിട്ട് അതും കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടെങ്കിൽ ഹീറോയ്ക്ക് എത്തിയിരുന്നു. നോക്കുമ്പോൾ ഇവിടെ 2 ആൾക്കാർ നിൽക്കുന്നപ്പോൾ ഒത്തിരി പകുതി ഡാം ഒട്ടിയിരുന്നു. അവൻ്റെ UMPനെയായിരുന്നു. ഞാനിവിടെ നിൽക്കുമ്പോൾ തന്നെ അവൻ ഇറങ്ങുന്നു. അവനിക്കൊരു ഷൂട്ടും കുറച്ചും കൂടി ഡാം ഒട്ടിന് അവൻ്റെ സൈഡിൽ അവൻ്റെ ടീമേറ്റും കൂടി ഉണ്ട്. അപ്പോൾ ഹീറോയ്ക്ക് കുറച്ച് പ്ലസും കിട്ടിയപ്പോൾ ബൈ.